Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. In the video, KW exams പിന്നെ lecturer grade 1 exams നല്ല യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വരാൻ പോകുന്ന എക്സാംസിനെ പറ്റി ചെറിയ ഒരു ഡിസ്കഷൻ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവരും ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങിയല്ലോ. അടുത്ത മാസം എക്സാംസ് ഒക്കെ വരുന്നതാണ്. അപ്പം എല്ലാവരും നല്ല സീരിയസ് ആയിട്ട് പഠിക്കണം. അടുത്ത സ്ലൈഡിലാണ് വരാൻ പോകുന്ന എക്സാംസിൻ്റെ ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ്. 6/5/2021 തേഴ്സ്ഡേ വന്നിട്ട് കാറ്റഗറി നമ്പർ 206/2020 സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എക്സാംസ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇറിഗേഷനും ആയിരിക്കും വരുന്നത്. 6-ാം തീയതി എക്സാം ഉണ്ട്. പിന്നെ 6-ാം തീയതി തന്നെ കാറ്റഗറി നമ്പർ 304/2020 ഓവർസിയർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സാം ആണ്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഭയങ്കര ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, പിന്നെ 15/5/2021 സാറ്റർഡേയിൽ വന്നിട്ട് കാറ്റഗറി നമ്പർ 244/2018 ട്രേസർ ഓവർസിയർ ഗ്രേഡ് 3 KWA എക്സാംസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 എക്സാംസിനും നിങ്ങൾ നല്ല സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. ഇനി ആ കൂടെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വന്നിട്ട് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. സ്ക്രൂ ഫാസ്റ്റനേഴ്സിന് പാർട്ട് 5. പിന്നെ വന്നിട്ട് ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫോർ KWA എക്സാംസും വന്നിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇന്നത്തോടെ വന്നിട്ട് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ് കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ടുള്ള ക്ലാസ് കുറച്ച് സീരിയസ് ആയിട്ട് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ KWA എക്സാംസിനും ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും വരുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഇന്ന് തൊട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്ക്രൂ ഫാസ്റ്റനേഴ്സിൽ റേഡിയൽ ബിയറിങ്ങും പ്രിൻസിപ്പൽ പാർട്സ് ഓഫ് എൻ എഞ്ചിനും വാൽവ്സും ആണ് ഇന്നത്തോടെ വന്നിട്ട് ക്ലാസ്സിൽ ഇത് എടുക്കുന്നത്. ഓക്കെ, ഇതോടെ വന്നിട്ട് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ് കഴിയുകയാണ്. പിന്നെ വന്നിട്ട് ഒബ്ജക്റ്റീവ് ഫ്രം IC എഞ്ചിൻസ് അതും ഡിസ്കസ് ചെയ്യാം. ആദ്യം വന്നിട്ട് റേഡിയൽ ബിയറിംഗ് വന്നിട്ട് നോർമൽ അല്ലെങ്കിൽ റേഡിയൽ ലോഡ്സ് ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന നോർമൽ അല്ലെങ്കിൽ റേഡിയൽ ലോഡ്സ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഡിയൽ ബിയറിങ്സ് യൂസ് ചെയ്യുന്നത്. റേഡിയൽ ബിയറിങ്സ് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ടായിരിക്കും? ബേസ്ഡ് ഓൺ ഷേപ്പ്, പിന്നെ റോളിംഗ് എലമെന്റ്സ് യൂസ്ഡ്, പിന്നെ ബോൾ ബിയറിങ്സ്, റോളർ ബിയറിങ്സ് ആൻഡ് ടേപ്പർ ബിയറിങ്സിന്റെ ബേസിസിലായിരിക്കും റേഡിയൽ ബിയറിങ്സ് സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റേഡിയൽ ബിയറിംഗ് ആണ്. ഫസ്റ്റ് വന്നിട്ട് ലൈറ്റ് സീരീസ്. ഇതെല്ലാം ഓരോ ബിയറിങ്സ് ആണ്. ഒരു സിംഗിൾ ഷാഫ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിക്ചറിൽ നിന്ന് ശ്രദ്ധിച്ച് കാണാം. ഫസ്റ്റ് വന്ന് ലൈറ്റ് സീരീസ്, സെക്കൻഡ് വന്ന് മീഡിയം സീരീസ്, തേർഡ് വന്ന് ഹെവി സീരീസ്, ഫോർത്ത് വന്നിട്ട് ഡബിൾ റോ ബോൾ ബിയറിംഗ്, ഫിഫ്ത്ത് വന്നിട്ട് ആംഗുലർ കോണ്ടാക്ട് ബോൾ ബിയറിംഗ്, സിക്സ്ത് വന്നിട്ട് സിലിണ്ടർ റോളർ ബിയറിംഗ്, സെവൻത്ത് വന്നിട്ട് ടേപ്പർ റോളർ ബിയറിംഗ്, എയ്ത്ത് വന്നിട്ട് നീഡിൽ ബിയറിംഗ്, 9th വന്നിട്ട് ട്രസ്റ്റ് ബോൾ ബിയറിംഗ്. ഓക്കെ, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഓരോ ടൈപ്പ് ആന്റി ഫ്രിക്ഷൻ ബിയറിംഗ് ആണ്. അത് വന്ന് ഒറ്റ കോമൺ ഷാഫ്റ്റിലായിരിക്കും അത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് 3 ഉണ്ടല്ലോ, അത് വന്നിട്ട് സിംഗിൾ റോ ബിയറിംഗ്സ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് വന്നിട്ട് ലൈറ്റ് സീരീസ്, മീഡിയം സീരീസ്, ഹെവി സീരീസ്. ഇത് വന്നിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് പർട്ടിക്കുലർ സൈസ് വെച്ചിട്ടാണ്. പിന്നെ വന്നിട്ട് അതിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ് ആക്ട് ചെയ്യുന്ന പ്രകാരമായിരിക്കും അത് വന്നിട്ട് തരം തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ വന്നിട്ട് ഡബിൾ റോ ബിയറിങ്സ് സിംഗിൾ റോ ബിയറിങ്സിന് പകരമായിട്ട് യൂസ് ചെയ്യും. അതെന്തിനാണ്? ഹെവി ലോഡ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാർട്സ് ഓഫ് ആൻ എഞ്ചിൻ. 4-stroke എഞ്ചിൻ വന്നിട്ട് നമ്മുടെ ലൈറ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് സച്ച് ആസ് കാർസ്, ജീപ്സ്, പിന്നെ എയറോപ്ലെയിൻസിലൊക്കെ വന്നിട്ട് 4-stroke പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ 4-stroke ഡീസൽ എഞ്ചിൻ വന്നിട്ട് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ് സച്ച് ആസ് ബസ്സസ്, ട്രക്സ്,
ട്രാക്ടേഴ്സ്, പിന്നെ ഡീസൽ ലോക്കോമോട്ടീവ്സ്, പിന്നെ എർത്ത് മൂവിംഗ് മാഷിനറിയിലും വന്നിട്ട് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ യൂസ് ചെയ്യും. ഇതാണ് ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ. ഓക്കെ, ഫസ്റ്റ് വന്ന് ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം, ഇതെല്ലാം വന്ന് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ട് എൻ്റെ വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ മിക്സർ ഇൻടേക്ക് വാൽവ്, കമ്പഷൻ ചേമ്പർ, സിലിണ്ടർ ബ്ലോക്ക്, കണക്ടിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് കേസ്, പിസ്റ്റൺ, കൂളിംഗ് വാട്ടർ, സിലിണ്ടർ ഹെഡ്, എക്സോസ്റ്റ് വാൽവ്, വാൽവ് സ്പ്രിങ്, പിന്നെ വന്ന് സ്പാർക്ക് പ്ലഗ്. ഓക്കെ, ഈ ഡീസൽ ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ ഉണ്ടല്ലോ, ട്രെയിനിൽ യൂസ് ചെയ്യുന്ന എഞ്ചിൻ, അതിന് പറയുന്ന പേരാണ് ലോക്കോമോട്ടീവ്. ഓക്കെ, എർത്ത് മൂവിംഗ് മാഷിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് മാന്തൂല്ലേ, JCB എല്ലാം, അതെല്ലാം വന്നിട്ട് എർത്ത് മൂവിംഗ് മാഷിനറി ആണ്. ഇത് വന്ന് IC എഞ്ചിനാണ്. ഇത് പ്രിൻസിപ്പൽ പാർട്സ്, IC എഞ്ചിന്റെ പ്രിൻസിപ്പൽ പാർട്സ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സിലിണ്ടർ ലൈനർ, പിസ്റ്റൺ റിങ്സ്, പിസ്റ്റൺ ആൻഡ് ഗഡ്ജൻ പിന്ന്, പിന്നെ വന്നിട്ട് കണക്ടിംഗ് റോഡ് വിത്ത് സ്മോൾ ആൻഡ് ബിഗ് ബിയറിംഗ്സ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് പിന്ന്, വാൽവ്, ഗിയർ മെക്കാനിസം. അടുത്തത് വന്നിട്ട് വാൽവ്സ് വന്നിട്ട് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിൽ വന്നിട്ട് യൂസ് ചെയ്യുന്നത് പോപ്പറ്റ് അല്ലെങ്കിൽ മഷ്റൂം വാൽവ്, സ്ലീവ് വാൽവ്, പിന്നെ വന്നിട്ട് റോട്ടറി വാൽവ്. ഈ 3 വാൽവ്സിൽ പോപ്പറ്റ് വാൽവ് വന്നിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് പോപ്പറ്റ് വാൽവ്. ഇതിന് വന്നിട്ട് ഒരു ഫേസ് ഉണ്ട്, അല്ല ഹെഡ് ഉണ്ട്, ഫേസ് ഉണ്ട്, പിന്നെ സ്റ്റെം ഉണ്ട്. ഓക്കെ, ഈ ഹെഡും ഫേസിലും വന്നിട്ട് ചെറിയ ഒരു മാർജിൻ വന്നിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പ് എഡ്ജ് വാൽവിന് പ്രൊവിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെഡും ഫേസും ചെറുതായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഫേസ് ആംഗിൾ വന്നിട്ട് 30 to 45 ഡിഗ്രി ആയിരിക്കും. പിന്നെ താഴത്തെ വാൽവ് വന്നിട്ട് ഗ്രൂവിലായിരിക്കും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് വന്നിട്ട് ഇൻലെറ്റ് വാൽവിനും എക്സോസ്റ്റ് വാൽവിനും യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ ടെമ്പറേച്ചർ വന്നിട്ട് 1930 ഡിഗ്രി സെൽഷ്യസ് ടു 2200 ഡിഗ്രി സെൽഷ്യസ് പവർ സ്ട്രോക്കിന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യും ടെമ്പറേച്ചർ. അപ്പം ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുള്ള മെറ്റീരിയൽ വേണം ഇതിന് യൂസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ വാൽവ്സിന് നല്ല ഹീറ്റ് കണ്ടീഷൻ റെസിസ്റ്റ് ചെയ്യാൻ കഴിയണം. പിന്നെ വന്നിട്ട് ഹീറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കണം, കൊറോഷൻ റെസിസ്റ്റന്റ് ആയിരിക്കണം, വിയർ റെസിസ്റ്റൻസ് ആയിരിക്കണം, പിന്നെ ഷോക്ക് റെസിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, പിന്നെ വന്നിട്ട് ഇൻലെറ്റ് വാൽവിന് കുറച്ച് റെസിസ്റ്റൻസ് മതി, ഹീറ്റ് റെസിസ്റ്റൻസ് മതി എക്സോസ്റ്റ് വാൽവിന്. കാരണം എന്താന്ന് വെച്ചാൽ എക്സോസ്റ്റ് വാൽവിന് ഒരുപാട് എന്നിട്ട് എക്സോസ്റ്റ് ഗ്യാസ് എക്സ്പെൽ ചെയ്ത് കളയാനുണ്ട്. ഓക്കെ,
revolution of crankshaft, B വന്നിട്ട് 2 revolution of crankshaft, C വന്നിട്ട് 3 revolution of crankshaft, D വന്നിട്ട് 4 revolution of crankshaft. 5 seconds തരാം, വേഗം കമന്റ് സെക്ഷനിൽ ആൻസർ ഇടുക. ഓക്കെ, നമുക്ക് കാണാം. ആൻസർ വന്നിട്ട് 2 revolution of crankshaft. ഓക്കെ, ആദ്യം വന്ന് കംപ്രഷൻ നടക്കുന്ന സമയത്ത് ഒരു റൊട്ടേഷൻ, അത് കഴിഞ്ഞ് എക്സോസ്റ്റിലോട്ട് പോകും, എക്സോസ്റ്റ് ഗ്യാസ് കളയുന്നതിലോട്ട് ഒരു റൊട്ടേഷൻ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും, രണ്ട് റെവല്യൂഷൻ ആയിരിക്കും നടക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റില്. The thermodynamic cycle in which petrol engine works in dash. First one Otto cycle, B വന്നിട്ട് ജൂള്, C വന്നിട്ട് റാങ്കൈൻ സൈക്കിൾ, D വന്നിട്ട് സ്റ്റിയറിംഗ് സൈക്കിൾ. ഇതിൽ ആൻസർ ചെയ്താൽ നിങ്ങൾ ഇപ്പൊ 5 സെക്കൻഡിൽ ആൻസർ ചെയ്യണം. ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ പെട്രോൾ എഞ്ചിൻ വന്നിട്ട് സാധാരണ വർക്ക് ചെയ്യുന്നത് ഓട്ടോ സൈക്കിൾ വെച്ചിട്ടാണ്. ഇതിന്റെ ഒരു ക്ലാസ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ ആ ക്ലാസ് ഒന്ന് നോക്കണം. ഓക്കെ, the brake power of an engine is always dash the indicator power. A വന്നിട്ട് equal to, B വന്നിട്ട് less than, C വന്നിട്ട് greater than, D വന്നിട്ട് none of these. ഇതിന്റെ ആൻസർ 5 സെക്കൻഡ്സിൽ ആൻസർ വന്നിട്ട് കമന്റിൽ ഇടണം. ഓക്കെ, ഇതിന് ആൻസർ വന്നിട്ട് ലെസ് ദാൻ ആണ്. ബ്രേക്ക് പവർ വന്നിട്ട് ഇൻഡിക്കേറ്റഡ് പവറിനെക്കാളും കുറവായിരിക്കും. ഓക്കെ, എപ്പോഴും കുറവായിരിക്കും. The ratio of indicated thermal efficiency to air standard thermal efficiency വന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി, വോളിമെട്രിക് എഫിഷ്യൻസി, റിലേറ്റീവ് എഫിഷ്യൻസി. നിങ്ങൾ ഇപ്പൊ തന്നെ വന്നിട്ട് കമന്റ് സെക്ഷനിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, ആൻസർ വന്നിട്ട് D ആണ്, റിലേറ്റീവ് എഫിഷ്യൻസി. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കാണാം. ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി വന്നിട്ട് ന്റെ ഫോർമുല വന്നിട്ട് ഇൻഡിക്കേറ്റഡ് പവർ ഡിവൈഡഡ് ബൈ എഞ്ചിൻ ഇൻപുട്ട്. ബ്രേക്ക് തെർമൽ എഫിഷ്യൻസിയുടെ റേഷ്യോ വന്നിട്ട് BTH ഈക്വൽ ടു ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ എഞ്ചിൻ ഇൻപുട്ട്. മെക്കാനിക്കൽ എഫിഷ്യൻസിയുടെ NETH വന്നിട്ട് മെക്ക് വന്നിട്ട് ഈക്വൽ ടു ബ്രേക്ക് പവർ ഡിവൈഡഡ് ബൈ ഇൻഡിക്കേറ്റഡ് പവർ. ഇത് മെക്ക് വന്നിട്ട് BTH ഡിവൈഡഡ് ബൈ ITH. ഓക്കെ, അപ്പോൾ മാനോമെട്രിക് എഫിഷ്യൻസി വന്നിട്ട് ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി. പിന്നെ വന്നിട്ട് ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ടു സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി വന്നിട്ട് റിലേറ്റീവ് എഫിഷ്യൻസി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഇൻ എ സ്ക്വയർ ടൈപ്പ് എഞ്ചിൻ ഓപ്ഷൻസ് വന്നിട്ട് A വന്നിട്ട് ജിയോമെട്രിക്കൽ ഷേപ്പ് ഇസ് സ്ക്വയർ, B വന്നിട്ട് ഡയ ആൻഡ് ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ ആർ സെയിം, പിന്നെ C വന്നിട്ട് 2 cylinders are placed horizontal and other in vertical, D വന്നിട്ട് stroke and bore are same. ഇതിൽ ആൻസർ വന്നിട്ട് 5 സെക്കൻഡ്സിൽ ആൻസർ ചെയ്യണം. ഓക്കെ, ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ D ആണ്, stroke and bore are same. ഓക്കെ, the size of inlet valve in an engine in a combustion chamber to an exhaust valve is. ഓപ്ഷൻസ് വന്നിട്ട് ലെസ്, B വന്നിട്ട് സെയിം, C വന്നിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കപ്പാസിറ്റി ഓഫ് എഞ്ചിൻ, D വന്നിട്ട് മോർ. 5 സെക്കൻഡ്സ് ടൈം തരാം, വേഗം തന്നെ ആൻസർ ചെയ്യണം. ആൻസർ വന്നിട്ട് D ആണ്, മോർ ആണ്. ഇൻലെറ്റ് വാൽവിനേക്കാളും എക്സോസ്റ്റ് വാൽവിന് വന്നിട്ട് സൈസ് വന്നിട്ട് കൂടുതലായിരിക്കും. ഓക്കെ, അല്ല, ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവിനേക്കാളും സൈസ് വന്നിട്ട് കൂടുതലായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഇൻലെറ്റ് വാൽവിൽ കൂടെ ആയിരിക്കും നമ്മുടെ ഫ്യൂവല് അകത്ത് കയറ്റുന്നത്. ഓക്കെ, അപ്പം അതിന് ഒരുപാട് വലിയ സൈസ് വേണം. Among the given values, efficiency of diesel cycle ranges from
ഓപ്ഷൻസ് വന്നിട്ട് 55 to 65%, ബി വന്നിട്ട് 20 to 33%, സി വന്നിട്ട് 45 to 55%, ഡി വന്നിട്ട് 80 to 92%. വേഗം വന്നിട്ട് കമന്റ് സെക്ഷനിൽ ആൻസർ ഇട്. ഓക്കെ, ഓപ്ഷൻ വന്നിട്ട് എ ആണ്, 55 to 65%. അപ്പൊ ഇതോടെ വന്നിട്ട് ക്ലാസ് കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗിൽ നിന്നും ഹീറ്റ് ട്രാൻസ്ഫറിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.